കന്നിമലയിലെ തോട്ടം തൊഴിലാളികൾ കുറച്ചു കാലമായി കടുവാപ്പേടിയിലാണ്. കടുവകൾ കൂട്ടത്തോടെയും അല്ലാതെയും എത്തി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിട്ടും വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് കന്നിമലക്കാരുടെ പരാതി. ഒരാഴ്ച മുമ്പാണ് കന്നിമലയിലെ എസ്റ്റേറ്റിലൂടെ 3 പുലികൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയതാകട്ടെ എസ്റ്റേറ്റിലെ തൊഴിലാളികളും. ഒന്നല്ല നിരവധി തവണയാണ് എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുക്കളെ കടുവകൾ ആക്രമിച്ചു കൊന്നിട്ടുള്ളത്. പലതിനും നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു പിന്നാലെ കടുവകൾ കൂട്ടത്തോടെ ഇറങ്ങിയതും വലിയ തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് നാട്ടുകാർക്ക്. வேலைக்கு போகிறவங்களுக்கும் பாதுகாப்பே கிடையாது. எல்லாருமே பார்த்துட்டாங்க. இங்கே ஒன்று நாங்கள் ஆனால் 3 எண்ணம் இருக்குது. எப்படி நாங்கள் இப்படி பகல்லே வந்து லாந்துச்சுன்னா நாங்கள் விறகுக்கு போவோம், வேலைக்கு அங்கிட்டு இங்கிட்டு போகிறாங்க. எங்களுக்கு பாதுகாப்பே கிடையாது. நாங்கள் எப்படி இங்கே வசிக்கிறது? കടുവയെ തിരഞ്ഞ് വനം വകുപ്പ് എത്തിയെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സമീപ ദിവസങ്ങളിലും കടുവകളെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. തൊഴിലാളികൾക്ക് ഭയമില്ലാതെ തോട്ടങ്ങളിൽ പോകാൻ കഴിയുന്നില്ല. ലയങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും ആശങ്കയാണ്. நான் ஒரு குழந்தைகளையும் கூட்டிகிட்டு துணைக்கு போவேன். இது உள்ளி போகையில் பிடிச்சுன்னு என்ன செய்ய, எங்களுக்கு உயிருக்கு உத்தரவு வேணும். ஏதோ எங்களுக்கு கம்பெனி விரவெல்லாம் கொடுக்காது. நாங்கள் அன்னாடு பிறக்கி தான் நாங்களாம் எரிக்கும். அதனால் எங்களுக்கு எந்த ஒரு காரணமுக்கும் பாதுகாப்பு வேணும். ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ വനം വകുപ്പ് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂടുൾപ്പെടെ സ്ഥാപിക്കണമെങ്കിൽ അതിനുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കന്നിമലയിൽ മാത്രമല്ല മൂന്നാറിന്റെ പല ഭാഗങ്ങളിലും കടുവ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ശാശ്വത പരിഹാരം കാണേണ്ടത് വനം വകുപ്പാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഈ കടുവകൾ കൂട്ടത്തോടെ ഇറങ്ങിയിട്ടും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത് വളരെ ആശങ്കയോടെയാണ് കന്നിമലക്കാർ കാണുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കും ഞങ്ങൾ ചെന്നു. இங்கே வர வந்துருச்சு, தொழு பக்கத்தில் வர வந்துருச்சு. இதுக்கு அடுத்து தொட்டெடுத்து லயன்ஸு ஆளுங்க கரெக்டாக 7-7:30க்கெலாம் வேலைக்கு போயிடக்கூடியது. 6 மணிக்கெலாம் வேலைக்கு போயிடுவாங்க. இப்போ புளியை பார்த்ததுலேருந்து 7 மணிக்கு தான் வேலைக்கு போகிறாங்க. அந்த புளியை சீக்கிரம் எவ்வளோக்குள்ளே பிடிக்க முடியும் அவ்வளோக்குள்ளே பிடிக்க இது நம்ம கேரளா கவர்மெண்ட்டு மேக்ஸிமம் இதுக்குள்ளே முயற்சி பண்ணணும். இப்போ மாடுகள்லாம் இப்போ 1-2ன்னு சொல்லி 20-25 மாடுக்கு மேலே அடிச்சிருச்சு. இதே இது ஆளுகளை அடிக்க ஆரம்பிச்சு அப்படின்னா இங்கே இந்த கன்னிமலை லோவர் டிவிஷனில் யாருமே வாழறதுக்குள்ள முடியாது. ஒரு டைம் அடித்து பார்த்துட்டு வைங்க, அது வாழவே முடியாது. அதனால் வேண்டி கவர்மெண்ட்டு எல்லாம் ஒரு தீர்மானம் வேண்டி அந்த புளியை பிடிக்கக்குள்ள ஒரு ஏற்பாடு பண்ணும். ஏன்னா மாடு 10-25 மாடு இருக்குது. இந்த லயத்தில் பிள்ளைய எல்லாருமே இங்கே வந்து விளாட்றாங்க. புடி மேலே வரைக்கும் வருது. இந்த தொழுவு வரைக்கும் இதெல்லாம் விரட்டி கொண்டு போய் கீழே போய் அடித்தது. அதனால் பிள்ளைங்க விளாண்டுட்டு இருக்காங்க. கொஞ்சம் பார்த்து എതാച്ചും ഒന്ന് പാതുകാപ്പ് പണണം. KR ഹരിലാലിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി ഒരാളെ കൂടി ചേർത്ത്, ഒരു അവതാരകനെ കൂടി ചേർത്ത് ഒരു 2 മണിക്കൂറായിട്ട് ടെലികാസ്റ്റ് ചെയ്തൂടെ? 1 മണിക്കൂർ തന്നെ ആൾ സഹിക്കുന്ന പാടാ, താങ്കൾക്കറിയില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.